അപ്പോൾ നമ്മൾ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒരു റിവിഷൻ ആയിട്ട് നമ്മൾ ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്ക് എനിക്ക് ഒന്ന് KW പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ചില ക്വസ്റ്റ്യൻസ്, ചില ഡൗട്ട്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ കാരണം KW കഴിഞ്ഞ തവണത്തെ ഗ്രേഡ് 3 പ്രകാരം ഈ പറയുന്ന കാര്യങ്ങളൊന്നും എന്തിനില്ല, സിലബസിലില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സിലബസ് പബ്ലിഷ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഓവർസിയർ ലെവലിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം ലെവലിൽ നോക്കി പോയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ അത് കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ബോർഡ് ഹാസ് എ റെക്ടാംഗുലർ ഷാങ്ക് വിത്ത് വൺ സൈഡ് ടാപ്പർ? Which type of foundation board has a rectangular shank with one side taper? Option A പറയുന്നു I board, option B പറയുന്നു quarter joint, option C പറയുന്നു rag foundation board, option D പറയുന്നു Levis foundation board. ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി, ലെവിസ് ഫൗണ്ടേഷൻ ബോർഡ് ആയിരിക്കും ആൻസർ വരിക. കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞ ലെവിസ് ഫൗണ്ടേഷൻ ബോർഡില് നമ്മൾ പറഞ്ഞ 2 പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് 2 പോയിന്റ്സ് ഓർക്കുന്നുണ്ടോ? ഒന്ന്, കീ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ബോൾട്ട് ഏതാണെന്ന് ഒരു ഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ലെവിസ് ആണ് വരിക. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും ലെവിസ് തന്നെയാണ് വരിക. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? Levis foundation board. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്ന ഫൗണ്ടേഷൻ ബോർഡ് ഉണ്ടായിരുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ ഈ ടാപ്പർ ആയിട്ടായിരിക്കും ഇവിടെ എന്തുണ്ടാവുക, ഈ ഷാഫ്റ്റ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇതാണ് സി. ഇവിടെ നോക്കുക, ഇങ്ങനെ ടാപ്പർ ആയിട്ടാണുള്ളത്. ഓക്കെ, റാഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു ലെവലിൽ വരുന്നത്, ഫിക്സ് ആവുന്ന ഒരു രീതിയാണ്. അത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നുണ്ട്. Next question. The exposed or cut surface, ജിബ് ഹെഡ് കീയാണ്. അതെ, the exposed or cut surface of the material is indicated by. The exposed or cut surface of the material is indicated by. ഏത് വരും? ഡാഷ്ഡ് ലൈൻ വരുമോ, സെന്റർ ലൈൻസ് വരുമോ, സെക്ഷൻ ലൈൻസ് വരുമോ, തിക്ക് ലൈൻസ് വരുമോ? കട്ട് സർഫേസ് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഡാഷ് ലൈൻസിന് ഇതില്ല, സെക്ഷൻ ലൈൻസ് മാത്രമാണ് നമ്മൾ ഇവിടെ ആൻസർ ചെയ്യാവുള്ളൂ. ഓക്കെ, ഓക്കെ ആണല്ലോ? കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. കട്ട് സെക്ഷൻ എന്ന് കൃത്യമായി എടുത്ത് പറഞ്ഞതുകൊണ്ട് അവിടെ സെക്ഷൻ ലൈൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, ആൻസർ ചെയ്യാവുള്ളൂ. തിക്ക് ലൈൻസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? തിക്ക് ലൈൻസ് എവിടെയാണ് യൂസ് ചെയ്യുക? തിക്ക് ലൈൻസ്, വിസിബിൾ എഡ്ജസ്. ഓക്കെ, വിസിബിൾ എഡ്ജസ് ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് തിക്ക് ലൈൻസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഇൻ ഐസോമെട്രിക് സ്കെയിൽ ഫോർ എ ട്രൂ ലെങ്ത് ഓഫ് 100 mm? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഇൻ ഐസോമെട്രിക് സ്കെയിൽ ഫോർ എ ട്രൂ ലെങ്ത് ഓഫ് 100 mm? 100 mm ഉള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കുമ്പോൾ എത്രയിലായിരിക്കും വരയ്ക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഐസോമെട്രിക് സ്കെയിലിൽ കുറയാണോ കൂടുകയാണോ ചെയ്യാം? കുറയുകയാണോ കൂടുകയാണോ ചെയ്യാം? ഏതാണ്? 82 mm ആണ്. 82 mm ആണ്. ഓക്കെ, കൃത്യമായി തന്നെ മനസ്സിലാക്കി ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നേരെ തിരിച്ചു ചോദിക്കാറുണ്ട്. ഓക്കെ, പെർസെന്റേജ് രീതി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഐസോമെട്രിക് സ്കെയിലിന്റെ എത്ര പെർസെന്റേജ് കൂടുതലാണ് നോർമൽ ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ ട്രൂ സ്കെയിൽ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ? അവിടെ 122 ആയിരിക്കും ആൻസർ. Is it clear? Are you following? ഓക്കെ, അതിൽ വേറെ ലോജിക് ഇതൊന്നുമില്ല. ഇപ്പൊ നമുക്ക് 2 പേർക്ക് സാലറി ഉണ്ടെന്ന് വിചാരിക്കാം. ഒരാളുടെ സാലറി 500, ഒരാളുടെ സാലറി 1000 ആയിരിക്കും. ഈ 500-ൽ നിന്ന് 1000-ലേക്കുള്ള പെർസെന്റേജ് എന്ന് പറയുന്നതാണ് 100% ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണ്? 50% അല്ലേ? Am I right? ഓക്കെ, അപ്പൊ 18% കുറവാന്ന് പറയാൻ മാത്രമല്ല, നമ്മൾ കൂടുതൽ നേരെ തിരിച്ച് ചിന്തിച്ചാൽ അത് 122% ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? 22% കൂടുതലായിരിക്കും. Am I right? ഓക്കെ, ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ?
Hatching is done by thin continuous lines to the principal outline at an angle of. ഹാച്ചിങ് കൊടുക്കുന്ന ആംഗിൾ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഹാച്ചിങ് അതായത് ഇപ്പം നമ്മളൊരു സെക്ഷൻ ഒക്കെ ചെയ്യാന്ന് വിചാരിക്കാം. ഈ സെക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഹാച്ച് ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പൊ ഈ ഹാച്ച് ചെയ്യുന്ന ആംഗിൾ നോർമലി എത്രയാണ് കൊടുക്കുക? നോർമലി നമ്മൾ എത്ര ഡിഗ്രിയാണ് കൊടുക്കുക? എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന ഹാച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹാച്ച് തമ്മിലുള്ള ഡിസ്റ്റൻസ് ചോദിക്കാറുണ്ട്. എത്രയാണെന്ന് ആർക്കും പറയാമോ? രണ്ട് ഹാച്ചിങ് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഓക്കെ ശ്രീഹരി, വെരി ഗുഡ്. അതായിരിക്കും 0.7 mm ആയിരിക്കും കേട്ടോ. ഓർത്തിരിക്കുക, 0.7 mm ആണ് മിനിമം നമ്മൾ കൊടുക്കേണ്ട ഹാച്ചിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. കൃത്യമായി അതിനെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. 0.7 mm ഇറ്റ് മീൻസ് 1 mm കുറവായിരിക്കും. ഓക്കെ, ഓക്കെ. The minimum distance between parallel hatching lines should never be less than മിനിമം. അതിൽ താഴെ കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും അല്ലെ, അടുപ്പിച്ച് ഇങ്ങനെ വന്നിട്ട് നമുക്ക് തന്നെ മനസ്സിലാകാൻ പറ്റാത്തൊരു അവസ്ഥ. അതുകൊണ്ട് തന്നെ മിനിമം എന്ത് കൊടുത്തിട്ടുണ്ടാവണം? 0.7 mm കൊടുത്തിരിക്കണം എന്ന് മനസ്സിലാക്കി വെക്കുക. 0.7 mm മിനിമം ഹാച്ചിങ് ഡിസ്റ്റൻസ്. ഐ തിങ്ക് നമ്മൾ ഈ പോളിയിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ റൗണ്ട് അടിച്ച് പിടിച്ചൊരു ഏരിയ ആയിരിക്കും ഹാച്ചിങ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ ആണല്ലോ. അപ്പൊ 0.7 ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം. 0.7 mm. ഞാൻ അങ്ങനത്തെ ഒരു കണ്ടീഷൻ കണ്ടിട്ടില്ല കേട്ടോ ജിതേഷ്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. ജിതേഷ് പറഞ്ഞപ്പോ ഞാനും അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോവാം. ഓക്കെ, ഇത് നോട്ട് ഡൗൺ ആണല്ലോ. 0.7 mm നോട്ട് ഡൗൺ അല്ലേ? 0.7 നിങ്ങളുടെ മൈൻഡിലുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ എല്ലാ ക്ലാസ്സും കഴിഞ്ഞ് നമ്മൾ റിവിഷൻ സ്റ്റേജിലാണ്. അതുകൊണ്ടാണ് ഒരുപാട് അതിലേക്ക് എന്ത് ചെയ്യാത്തത്, ഡിസ്കസ് ചെയ്ത് പോവാത്തത്. അപ്പൊ ഇൻ കേസ് നമുക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകും. ഓക്കെ, then in half section the portion of the object cut and discarded is very important and എന്താ പറയാ, ഒരു വളരെ ഇമ്പോർട്ടന്റ് എന്ന് എനിക്ക് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാരെ കൃത്യമായി ശ്രദ്ധിച്ചോളാം. കാരണം നമ്മൾ മെക്കാനിക്കലായിട്ട് സംബന്ധിച്ച് കൂടുതൽ സെക്ഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ സിവിലുകാരുടെ കാര്യം എനിക്ക് അറിയാത്തവരാണ്, നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ഏതായിരിക്കും ആൻസർ വരിക? ഇൻ ഹാഫ് സെക്ഷൻ ദ പോർഷൻ ഓഫ് ദ ഒബ്ജക്ട് കട്ട് ആൻഡ് ഡിസ്കാർഡഡ് ഈസ്. ഹാഫ് സെക്ഷനിൽ എങ്ങനെയായിരിക്കും ഇത് കട്ട് ചെയ്യാന്നുള്ളതാണ് ചെയ്യുന്നത്. ഹാഫ്, 1/6, ഫുൾ, 1/4. ഏതായിരിക്കും? ഹാഫ് സെക്ഷനിൽ എങ്ങനെയായിരിക്കും കട്ട് ചെയ്യുക? എല്ലാവരും ആൻസർ ചെയ്തേ. എല്ലാവരും ആൻസർ ചെയ്യാനൊക്കെ ശ്രമിക്കാം. ഏതായിരിക്കും? ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് ഹാഫ് സെക്ഷൻ എന്ന് ആദ്യം പറയാം. ഇങ്ങനത്തെ ഒരു ഒബ്ജക്ട് സിലിണ്ടർ, ഇതിന്റെ ഹാഫ് സെക്ഷൻ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ടോ? ഓക്കെ, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതാണ് ഇതിന്റെ ഹാഫ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഹാഫ് സെക്ഷൻ വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യണം? വി നീഡ് ആൻ ഔട്ട്പുട്ട് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും കട്ട് ചെയ്യേണ്ടത്? ഇങ്ങനെയല്ലേ കട്ട് ചെയ്യേണ്ട വരിക? റൈറ്റ്? ഒരു ക്വാർട്ടർ ഭാഗമല്ലേ കട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് ക്ലിയർ അല്ലേ? പിന്നെ ഫുഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നേരെ ഇങ്ങനെ പകുതിയായിട്ട് കട്ട് ചെയ്താൽ അതാണ് ഫുൾ സെക്ഷൻ. Are you following? It's very important thing. ഓക്കെ, നിങ്ങൾക്ക് രണ്ട് രീതിയിൽ റെസ്പോൺസ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ റൈസ് എ ഹാൻഡ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. വേറെ ഒന്നുകൊണ്ടല്ല, നിങ്ങൾ അത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ അടുത്തേക്ക് പോകുമ്പോഴാണല്ലോ അതിൽ കാര്യമുള്ളൂ. ഓക്കെ, then next question.
In isometric projection, length or width of an object is drawn at dash degree to the horizontal reference. In isometric projection, length or width of an object is drawn at dash degree to the horizontal reference. ഏതായിരിക്കും? എത്രയായിരിക്കും ആൻസർ വരിക? It's 30 degree. Okay. സംശയമില്ലല്ലോ. 3 ആക്സിസും മീറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 3 ആക്സിസും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? XYZ തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 120 ഡിഗ്രി. മീറ്റ് ചെയ്യുന്നതല്ല, ഇത് തമ്മിൽ ഡൈവേർഷൻ 120 ഡിഗ്രി വെച്ചിട്ട്. Okay. In the first angle projection system, plan is drawn. In the first angle projection system, plan is drawn. Below elevation, above elevation, left of the elevation, right of the elevation. First angle projection system. First angle projection system. ഏതാണ്? പ്ലാൻ ബിലോ എലിവേഷൻ ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, ആരും തന്നെ തെറ്റിച്ചിട്ടൊന്നുമില്ല. സിമ്പിൾ. ഫെദർ കീസ് ആർ യൂസ്ഡ് വിത്ത് ഫെദർ കീസ്. ഫെദർ കീസ് ഫെദർ കീസ് ഫെദർ ഫെദർ ഓക്കെ. ഫെദർ കീ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോർമലി ടാപ്പറൊന്നും അങ്ങനെ കൊടുക്കാറില്ല അല്ലെ? ഏതാണ്? ഗിയേഴ്സിലാണ് ഫെദർ കീസ് യൂസ് ചെയ്യുക. ജസ്റ്റ് നോർത്തിരിക്കുക, ഫെദർ കീസ് യൂസ്ഡ് ഇൻ ഗിയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് സംഖ്യ കീസ് ആർ യൂസ്ഡ്. സംഖ്യക്ക് നമ്മൾ പ്രധാനമായിട്ടും കീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കീസ് രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വൺ ഈസ് സംഖ്യ, സംഖ് കീ. ദ ടു ഈസ് സാഡിൽ കീ. ഓക്കെ, സാഡിൽ കീ. ലാസ്റ്റ് സെക്ഷൻസിൽ, അതായത് ലാസ്റ്റ് മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ റിവിഷൻ സെക്ഷനിൽ ഞാൻ സാഡിൽ കീന്റെ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ സാഡിൽ കീയിൽ പ്രധാനമായിട്ട് എന്താ വരുന്നത്? സാഡിൽ കീയിൽ എന്തുകൊണ്ടാണ് വരുന്നത്? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ ഇൻ സംഖ്യക്ക് നമ്മൾ എന്ത് വരുന്നുണ്ട്? ഇത് ഹബിലും അതുപോലെ തന്നെ ഷാഫ്റ്റിലും ഫ്ലോട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കുറച്ചും കൂടെ ടൈറ്റ് ഫിറ്റ് കിട്ടും. അങ്ങനെ കുറച്ചും കൂടെ ഒരു നല്ല ഫിറ്റ് അവിടെ കിട്ടും. അങ്ങനെ നല്ലൊരു ഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഏത് ഡ്യൂട്ടി ആയിരിക്കും? മീഡിയം ഡ്യൂട്ടി ആയിരിക്കോ, ലൈറ്റ് ഡ്യൂട്ടി ആയിരിക്കോ, ഹെവി ഡ്യൂട്ടി ആയിരിക്കോ? ഓക്കെ, നോർമലി സംഖ്യ കീ ഈസ് യൂസ്ഡ് ഇൻ ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷൻസ്. ഓക്കെ, കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. സംഖ്യ കീസ് ആർ യൂസ്ഡ് ഫോർ ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷൻ. മോസ്റ്റ്ലി നമ്മൾ കാണുന്ന കീസ് ഒക്കെ ഏത് തന്നെയായിരിക്കും? സംഖ്യീസ്. നിങ്ങൾ മോട്ടറോ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾ കാണുന്നത് ഈ പറയുന്ന സംഖ്യീസ് ആയിരിക്കും. നെക്സ്റ്റ്, ലൈൻ കണക്ടിങ് ടു എ വ്യൂ ടു എ നോട്ട്. ഒരു നോട്ട് കാണിക്കണം എന്ന് വിചാരിക്കും ഒരു ഡ്രോയിങ്ങിൽ. അവിടെ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക? ഏത് ലൈനായിരിക്കും യൂസ് ചെയ്യുക? സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏതാണ്? ഇറ്റ്സ് ലീഡർ ലൈൻ. ഓഫ് കോഴ്സ് ഇറ്റ്സ് ലീഡർ ലൈൻ ആയിരിക്കും. Next one, the included angle of a hexagon is 60 degree, 30 degree, 150 degree, 120 degree. Included angle of a hexagon. Pentagon ആണെങ്കിലോ? Pentagon ആണെങ്കിലോ റെഗുലർ പെന്റഗൺ എല്ലാം റെഗുലർ ആയിട്ട് തന്നെ കണക്ക് കൂട്ടി വരും. എത്രയാണ്? 108 ഡിഗ്രി അല്ലെ? അറിയാലോ, ഇക്വേഷൻ അറിയാലോ അല്ലെ? ഏതാണ്? (180 minus 360 divided by n). Okay, it's very important equation. Frequent ആയിട്ട് ചോദ്യം വരുന്ന ഏരിയ. ഓക്കെ, ഫ്രീക്വന്റ് ആയിട്ട് ചോദ്യം വരുന്ന ഏരിയ. 180 minus 360 divided by n. ആ ഇക്വേഷൻ കിട്ടില്ലല്ലോ ബിൻസി. സമ്മല്ല നമ്മൾ ചോദിച്ചിരിക്കുന്നത്, ഇൻക്ലൂഡഡ് ആംഗിൾ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അത് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പോണ്ട. അത് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ലോട്ട്സ് ഓഫ് ടൈം. ഇപ്പൊ ഇവിടെ നോക്കുക, ഹെക്സഗൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹെക്സഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വശമുണ്ട്. 360/6 60 180 - 60 120. മൈൻഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ സം ഓഫിന്റെ ഇക്വേഷൻ ഇട്ട് വീണ്ടും ഡിവൈഡ് ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് സമയം ഒരുപാട് എന്തായിരിക്കും അവിടെ വേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതിലേക്ക് പോണ്ട എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നമുക്ക് സിമ്പിൾ ഉള്ള സാധനം ഉണ്ടല്ലോ. ഓക്കെ, then superimposed dimensioning is a simplified method of. Superimposed dimensioning is a simplified method of chain dimensioning,
പാരലൽ ഡയമെൻഷനിങ്, കമ്പൈൻഡ് ഡയമെൻഷനിങ്, ടാബുലാർ ഡയമെൻഷനിങ്. ഓക്കെ, ഇതൊരു പാരലൽ ഡയമെൻഷനിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. വേറെ ഒന്നുമില്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇവിടെ ഒരു 10, 50, 100, അതായത് ഇവിടെ 2 ആരോ ഇല്ല, ഇമ്പോസ് ചെയ്ത് ഇങ്ങനെ കൂടിക്കൂട്ടി ഇങ്ങനെ വരുന്ന ഒരു രീതി. അപ്പൊ ഇതൊരു പാരലൽ ഡയമെൻഷന്റെ ഒരു സിംപ്ലിഫൈഡ് മെത്തേഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. In orthographic projections, the lines are assumed to be. In orthographic projection, the lines are assumed to be. It means lines എന്ന് കൊണ്ട് മീൻ ചെയ്യുന്നത് projectors are assumed to be. Projectors. In orthographic projections, very important and very simple, repeated ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. In orthographic projection, the lines are assumed to be parallel. സംശയമൊന്നുമില്ലല്ലോ, ആർക്കും തന്നെ മിസ്റ്റേക്ക് ഒന്നും പറ്റിയിട്ടില്ല. വെരി ഗുഡ്. നെക്സ്റ്റ്, an angle can be set off and measured with the help of. An angle can be set off and measured with the help of diagonal scale, plane scale, comparative scale, scale of chords. Okay, of course, ഈ സ്കെയിൽ ഓഫ് കോഡ്സ് ആണ് ഇവിടെ ആൻസർ വരിക. ഇവിടെ നമുക്ക് ഡയഗണൽ സ്കെയിൽ, പ്ലെയിൻ സ്കെയിൽ, കമ്പറേറ്റീവ് സ്കെയിൽ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡയഗണൽ സ്കെയിൽ എത്ര യൂണിറ്റ് വരെ മെഷർ ചെയ്യാം? ഡയഗണൽ സ്കെയിലിൽ എത്ര യൂണിറ്റ് വരെ മെഷർ ചെയ്യാം? ഡയഗണൽ സ്കെയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 3 യൂണിറ്റ് മെഷർ ചെയ്യാം. എന്നാൽ പ്ലെയിൻ സ്കെയിലോ 2 യൂണിറ്റേ മെഷർ ചെയ്യാവുള്ളൂ. എന്നാൽ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ഡയഗണൽ സ്കെയിലിന് എക്സാമ്പിൾ എന്ന് പറയും? ഓക്കെ, എഴുതിക്കോട്ടെ. ഏതായിരിക്കും? ഓക്കെ, ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, എപ്പോഴും കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് നിങ്ങൾ എടുക്കാവുള്ളൂ. സി, ഇപ്പൊ ഇവിടെ നമുക്കറിയാം 10 mm ആണ് സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ എന്ന് പറയാം. 10 സെന്റിമീറ്റർ എന്താണ്? 10 സെന്റിമീറ്റർ നമ്മൾ എന്താണ് പറയാ? 10 സെന്റിമീറ്ററിനെ നമ്മൾ എന്താണ് പറയാ? 1 ഡെസിമീറ്റർ ആണ് അല്ലെ? 1 ഡെസിമീറ്റർ. 10 ഡെസിമീറ്ററോ? 10 ഡെസിമീറ്ററോ? 1 മീറ്റർ. 10 മീറ്റർ. 10 മീറ്റർ ഈസ് ഈക്വൽ ടു ഓക്കെ ഡെക്കാമീറ്റർ. 10 ഡെക്കാമീറ്റർ ആണ് എന്ത്? 10 ഡെക്കാമീറ്റർ ഹെക്ടോമീറ്റർ. 10 HM ആണ് 1 കിലോമീറ്റർ. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഒരു ഡയഗണൽ സ്കെയിൽ അല്ലെങ്കിൽ പ്ലെയിൻ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ അടുത്തുള്ള 2 യൂണിറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടുത്തുള്ള 2 കോമ്പിനേഷൻസ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ? പ്ലെയിൻ സ്കെയിൽ ഓർ ഡയഗണൽ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുള്ളൂ നോർമലി. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് വേണമെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാം. സി, ഇതൊരു കോമ്പിനേഷൻ ആണ്. ഡെസിമീറ്റർ, സെന്റിമീറ്റർ, mm. ഡെസിമീറ്റർ, സെന്റിമീറ്റർ, mm. അല്ലെങ്കിലോ മീറ്റർ, മീറ്റർ, ഡെസിമീറ്റർ, സെന്റിമീറ്റർ. ആർ യു ക്ലിയർ ദ ഐഡിയ? യു ഗോട്ട് ദ ഐഡിയ? മെട്രിക് മെഷർമെന്റ്സിന്റെ പല പല രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് ഒരു കാരണവശാലും മിസ്റ്റേക്ക് വരാൻ പാടില്ല. ഓക്കെ, is it clear? Are you following? Is it clear? Are you following? മെട്രിക് മെഷർമെന്റ്സ് അറിയാത്തവര് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? പഴയ നോട്ടൊക്കെ എടുക്കാൻ നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലെ. A scriber is made of. A scriber is made of. Scriber. Copper, mild steel, high carbon steel, cast iron. ഈവൻ ദോ നിങ്ങൾക്ക് ഇതിന്റെ മെറ്റീരിയൽ അറിയില്ല, നിങ്ങൾ കാണാതെ പഠിച്ചിട്ടില്ല, ഒന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് അറിയാം, മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് അറിയാം.
സ്ക്രൈബർ വെച്ചിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ? ഇറ്റ്സ് ഒരു പെൻസിൽ ലൈക്ക് ഇൻസ്ട്രുമെന്റ് ആണ് സ്ക്രൈബർ എന്ന് പറയുന്നത് അല്ലെ, ലൈക്ക് എ പെൻസിൽ. ബട്ട് നമ്മൾ എവിടെ യൂസ് ചെയ്യില്ല? പേപ്പറിൽ യൂസ് ചെയ്യില്ല. അതിന് പകരം മെറ്റൽസിൽ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു അല്ലെ. ഒരു ഇംപ്രഷൻ നമ്മൾ എന്തിനുണ്ടാക്കാൻ വേണ്ടി? മെറ്റൽസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രൈബർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഹാർഡ്നസ് വേണം. ഇപ്പൊ ഈ ഒരു 3-4 ഓപ്ഷൻസിൽ ഹാർഡ്നസ് ഉള്ള ഒരേ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ആൻസർ മിസ്റ്റേക്ക് വരുന്നതിന്റെ കാര്യമില്ല. ഏതാണ്? ഹൈ കാർബൺ സ്റ്റീൽ വിൽ ബി ദ റൈറ്റ് ആൻസർ. പിന്നീട് കോപ്പർ, മൈൽഡ് സ്റ്റീൽ, കാസ്റ്റ് അയൺ. ഞാൻ കുറച്ച് കാര്യം ചോദിക്കട്ടെ. കാസ്റ്റ് അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. കാസ്റ്റ് അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് 1150. മൈൽഡ് സ്റ്റീലിന്റെ മെൽറ്റിംഗ് പോയിന്റ് 1530 ഡിഗ്രി. കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് 1083 ഡിഗ്രി. അപ്പൊ ഇത് അറിഞ്ഞിരിക്കുക. പിന്നെ അലോയ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, the zero checking is done for 0 to 25 mm depth micrometer on test piece, surface plate, setting ring, straight edge. The zero checking is done in a micrometer on എന്നാണ് ടെസ്റ്റ് പീസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുള്ളൂ. കാരണം കാലിബ്രേഷൻ പർപ്പസ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്കിവിടെ ആവശ്യമാണ്. ഓക്കെ, ഞാൻ മെറ്റൽസ് ഞാൻ കണ്ടൊരു ക്വസ്റ്റ്യൻ വെറുതെ പറയാം. in the given materials, അലോയ് അല്ലാത്ത ഏതാണെന്ന് പറഞ്ഞാണ്. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ വെറുതെ വായിക്കാം. ഐ തിങ്ക് അതായത് കുറച്ചും കൂടെ പെട്ടെന്ന് ഒരാൾ എനിക്കിപ്പോ ഡൗട്ട് അയച്ചു തന്നാണ്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. which is a non-ferrous alloy? Option A copper, option B brass, option C aluminum, option D lead. ഏതായിരിക്കും? which is a non-ferrous alloy? വേറെ ഒന്നുമില്ല ക്വസ്റ്റ്യൻ. which is a non-ferrous alloy? ഓപ്ഷൻ ബ്രാസ് ഉണ്ട്, അലൂമിനിയം ഉണ്ട്, കോപ്പർ ഉണ്ട്, ടിൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ തന്നെ പല ആൻസേഴ്സ് വന്നിട്ടുണ്ട്. ലെഡ് വന്നിട്ടുണ്ട്, ടിൻ വന്നിട്ടുണ്ട്, അലൂമിനിയം, പല ആൻസേഴ്സ് വരുന്നുണ്ട്. ഏതാണ്? ബ്രാസ് ആയിരിക്കും ആൻസർ. കാരണം എന്താ? ഇതില് ബ്രാസ് മാത്രമേ അലോയ് ഉള്ളൂ അല്ലെ. ഇതിലെ ബ്രാസ് മാത്രമേ അലോയ് ഉള്ളൂ. ടിന്നും അലൂമിനിയവും കോപ്പറും ഒക്കെ അലോയ് ആണോ? അല്ല അല്ലെ. ഇതിൽ ആകെ അലോയ് ബ്രാസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതൊക്കെയാണ്? കോപ്പറും സിങ്കും കൂടെ ചേർന്നിട്ടാണ് ബ്രാസ് ഉണ്ടാകുന്നത്. കോപ്പറും ടിന്നും കൂടെ ചേർന്നിട്ടുണ്ടാവുന്നത് എന്താ? കോപ്പർ പ്ലസ് ടിൻ ആരാണ്? അവനെ പറയുന്ന പേരെന്താണ്? ഇറ്റ്സ് ബ്രോൺസ്. ഓക്കെ, ബ്രോൺസ് മെഡൽ കിട്ടിയ ടിന്നിൽ ഇട്ട് വെക്കണം എന്നൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ബ്രോൺസ് മെഡൽ കിട്ടിയ ടിന്നിൽ ഇട്ട് വെക്കണം, എങ്ങനെയെങ്കിലും ഒക്കെ ഓർത്തിരിക്കുക എന്നുള്ളതാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല അല്ലെ. നെക്സ്റ്റ്, യു ഹാവ് എ ഫയൽ ആൻ അലൂമിനിയം ബ്ലോക്ക് ടു സ്മൂത്ത് ഫിനിഷ്. which one of the following cut-off file is most suitable? നിങ്ങൾക്ക് ഒരു അലൂമിനിയം ഫയലിനെ സ്മൂത്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഫയലാണ് യൂസ് ചെയ്യുക? ഓഫ് കോഴ്സ് നമ്മൾ ഏതാണ്? ഡബിൾ കട്ട് ഫയൽ യൂസ് ചെയ്യോ? അലൂമിനിയം സോഫ്റ്റ് മെറ്റീരിയൽ അല്ലേ. റാസ്കട്ട് നമ്മളിവിടെ യൂസ് ചെയ്യാം. റാസ്കട്ട് നമ്മളിവിടെ ചെയ്യാം, വുഡിലാണ് യൂസ് ചെയ്യാം കേട്ടോ. റാസ്കട്ട് ഫയൽ നമ്മൾ വുഡിലാണ് യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, സർക്കുലർ കട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ബെയറിങ് അങ്ങനത്തെ ഒരു ഏരിയയിലേക്കാണ് സ്ക്രാപ്പിംഗ്, അങ്ങനത്തെ ഒരു കുറച്ചും കൂടെ കർവ്ഡ് പോർഷൻസ് മാത്രമേ നോക്കുള്ളൂ. ഇവിടെ അലൂമിനിയം ബ്ലോക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കർവ്ഡ് പോർഷനാണ് നമ്മൾ സർക്കുലർ കട്ട് യൂസ് ചെയ്യുള്ളൂ. ഇവിടെ ഏതായിരിക്കും? ഡബിൾ കട്ട് ഓർ സിംഗിൾ കട്ട്? നോർമലി സിംഗിൾ കട്ടാണ് നമ്മൾ അലൂമിനിയം ബ്ലോക്കിൽ യൂസ് ചെയ്യുള്ളൂ. കാരണം സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കൂടുതലും സിംഗിൾ കട്ട് യൂസ് ചെയ്യുന്നത്. ആണ്, ബട്ട് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഡബിൾ കട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതിനെക്കാട്ടും കൂടുതൽ കട്ടായി പോകും. Okay, then a vernier height gauge is specified by its length of scriber, height of base, width of beam, height of the main scale. Okay, vernier height gauge ന്റെ accuracy ഒന്ന് പറയാമോ? Anybody? വെർനിയർ ഹൈറ്റ് ഗേജിന്റെ ആക്യുറസി അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് 0.001
0.02 mm. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. 0.02 mm. 0.02 തന്നെയുള്ളതുകൊണ്ട് വെർനിയർ കാലിപ്പർ ഇത് തന്നെയാണ്. മൈക്രോമീറ്റർ ആണെങ്കിലോ, മൈക്രോമീറ്റർ ആണെങ്കിൽ എത്രയാ അക്യുറസി വരിക? മൈക്രോമീറ്റർ ആണെങ്കിൽ എത്രയാണ് അക്യുറസി വരിക? 0.01 mm ആയിരിക്കും. ഇനി വെർനിയർ മൈക്രോമീറ്റർ ആണെങ്കിലോ, വെർനിയർ മൈക്രോമീറ്റർ ആണെങ്കിലോ 0.001 mm ആയിരിക്കും അക്യുറസി വരിക. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി പിന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ളത് ട്രൈ സ്ക്വയറിന്റെ അക്യുറസി ആണ്. ട്രൈ സ്ക്വയർ അക്യുറസി എത്രയായിരിക്കും വരിക? ട്രൈ സ്ക്വയർ അക്യുറസി 0.002 mm per 10 mm ലെങ്ത്. കാരണം ഞാൻ പറഞ്ഞത് ട്രൂയിങ് അക്യുറസി ആണ്, അപ്പൊ അതും കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെയുള്ളത് വെർനിയർ ബിവൽ പ്രൊട്ടാക്ടർ. വെർനിയർ ബിവൽ പ്രൊട്ടാക്ടർ അക്യുറസി എത്രയാ? 5 മിനിറ്റ്. ഓക്കെ, 2 MSD മൈനസ് 1 VSD ആണ് ഇക്വേഷൻ. MSD എന്ന് പറഞ്ഞാൽ ഒരു MSD 2 ഡിഗ്രി ആണ്, ഒരു VSD 1 ഡിഗ്രി 55 മിനിറ്റ് ആണ്. ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത് 5 മിനിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം, എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. Which one of the following on a lathe is used to give depth of cut? Compound slide, cross slide, top slide by adjusting the tool. Which one of the following on lathe is used to give depth of cut? Okay, ഇത് വലിയ ബുദ്ധിമുട്ടില്ല അല്ലെ? ക്രോസ് സ്ലൈഡ് ആയിരിക്കും ആൻസർ. ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കാൻ വേണ്ടി ക്രോസ് സ്ലൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസർ ഇതാണോ? ഹൈറ്റ് ഓഫ് ദ മെയിൻ സ്കെയിൽ, ഹൈറ്റ് ഓഫ് ദ മെയിൻ സ്കെയിൽ. സോറി പെൻസിൽ. Which of these is not a part of ball bearing? Inner race, bush, outer race, cage. Inner race, outer race, cage, bush. ഏതായിരിക്കും? Which of these is not a part of ball bearing? Ball bearing ന്റെ ഭാഗം അല്ലാത്തത് ഏതാണ്? Ball bearing എന്ന് പറയുന്നത് ആന്റി ഫ്രിക്ഷൻ ബെയറിംഗ് ആണ്. It's an anti-friction bearing. Anti-friction bearing. Anti-friction bearing എന്ന് പറഞ്ഞാൽ എന്താ? Anti-friction bearing എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Anti-friction bearing എന്ന് പറഞ്ഞാല് എന്ത് എലമെന്റ് ഉണ്ടാവും? റോളിംഗ് എലമെന്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അല്ലെ? റോളിംഗ് എലമെന്റ്സ് പ്രൊവൈഡ് ചെയ്ത് ഫ്രിക്ഷൻ മാക്സിമം കുറച്ചിട്ടുള്ളതാണ് എന്ത്? ആന്റി ഫ്രിക്ഷൻ ബെയറിംഗ് എന്ന് പറയുന്നത്. ഈ ആന്റി ഫ്രിക്ഷൻ ബെയറിംഗിന് കുറെ ഭാഗങ്ങളുണ്ട്. ഇന്നർ റേസ്, ഔട്ടർ റേസ്, കേജ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഈ കേജിന്റെ ഉദ്ദേശം ഈ പറയുന്ന റോളിംഗ് എലമെന്റ്സ് തമ്മിൽ ബംപിംഗ് ഇൻടു ഈച്ച് അതർ, അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നർ റേസ് എന്ന് പറയുന്ന ഷാഫ്റ്റുമായി കണക്ട് ചെയ്യുന്നു. ഔട്ടർ റേസ് എന്ന് പറയുന്നത് ഹബുമായിട്ട് ഫിക്സഡ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ്. ബുഷ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഈ ഭാഗത്തെ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ? ആർ യു ഫോളോയിങ്? റഫർ ബെയറിംഗ് സെക്ഷൻ. Okay. Okay, then what should you pay attention when learning AutoCAD? The command line, the status bar, the title bar, floating toolbars. നമ്മൾ ഒരു AutoCAD ലേൺ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. വേറെ ഒന്നുമില്ല. കമാൻഡ് ലൈൻ അല്ലേ? കമാൻഡ് അടിച്ചിട്ടല്ലേ ബാക്കി. ഈ F11 എന്തിനാന്ന് വല്ല ഓർമ്മയുണ്ടോ? F11 ആൻഡ് F12. F11 എന്തിനായിരുന്നു? F11 എനിബഡി? F11 ഹെൽപ്പോ? ഡോണ്ട് ഡു തെറ്റിക്കല്ലേ. അഖിലെ പോളാർ ട്രാക്കിങ്ങിന് നമ്മൾ F11 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ F10 എന്ത് ചെയ്യും? ഒബ്ജക്ട് സ്നാപ്പ് ട്രാക്കിംഗ്. തെറ്റിക്കരുത് കേട്ടോ. ഒബ്ജക്ട് സ്നാപ്പ് ട്രാക്കിംഗ്. F12 ഏതായിരുന്നു? F12 ഏതായിരുന്നു? That is F12. ഗുഡ് അഖിൽ. ഏതാണ്? അനന്തു ഗുഡ്. ഓക്കെ, F12 ഡൈനാമിക് ഇൻപുട്ട് അല്ലേ? ഡൈനാമിക് ഇൻപുട്ട്. ഓക്കെ, AutoCAD സെക്ഷൻസ് നല്ല രീതിയിൽ തന്നെ റെഫർ ചെയ്യുക. കുറച്ചുപേര് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, നോക്കണം. എല്ലാ ഫംഗ്ഷൻ കീസും അതിന്റെ ഫംഗ്ഷൻസും കൃത്യമായി തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ? വാട്ട് ഡസ് WCS സ്റ്റാൻഡ്സ് ഫോർ? WCS എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? WCS എന്ന് പറഞ്ഞാൽ എന്താണ്? വെസ്റ്റേൺ കാഡ് സിസ്റ്റം ആണോ? വേൾഡ് വൈഡ് കോർഡിനേറ്റ് സെക്ടേഴ്സ് ആണോ? വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണോ? റോങ് CAD സെറ്റിംഗ് ആണോ? ഓക്കെ, എന്തായാലും നമുക്ക് D ഒഴിവാക്കാം. ഏതാണ്? ഓപ്ഷൻ സി, വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണ്. UCS എന്ന് പറഞ്ഞാൽ എന്താ? UCS ഇത് രണ്ടും ഇടയ്ക്കിടയ്ക്ക് ഫുൾ ഫോം ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ.
UCS. യൂസർ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെ? യൂസർ കോർഡിനേറ്റ് സിസ്റ്റം, യൂണിവേഴ്സൽ കോർഡിനേറ്റ് സിസ്റ്റം ഇടയ്ക്ക് പറയാറുണ്ട്. ബട്ട് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് എ പ്രയോറിറ്റി ആൻസർ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും കോർഡിനേറ്റ് എവിടെയാണെന്ന്. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ CAD എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട് CAD-ന്റെ. അപ്പൊ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ്, കമ്പ്യൂട്ടർ ഡ്രാഫ്റ്റിംഗ് നമുക്ക് ആൻസർ പറയാം. അതുകൊണ്ട് തന്നെ PSC എന്ത് ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാരനെ മെയിൻ ആയിട്ട് സിമ്പിൾ ആയിട്ട് ക്യാൻസലിംഗ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അടുത്തോട്ടം ക്യാൻസൽ ആവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാറ്റസ് ബാർ ഡിസൈൻ കണ്ടന്റ്. ഓൾറെഡി നിങ്ങൾ ഈ പറയുന്ന ഓട്ടോകാഡിലേക്ക് ഫെമിലിയർ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. സ്റ്റാറ്റസ് ബാർ ഡിസൈൻ കണ്ടന്റ് സ്നാപ്പ്, ഗ്രിഡ്, ഇറേസ്, പോളാർ. സ്നാപ്പ്, ഗ്രിഡ്, ഇറേസ്, പോളാർ. ഓക്കെ, സിമ്പിൾ അല്ലെ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇറേസ് എന്തിലുണ്ടാവില്ല? സ്റ്റാറ്റസ് ബാറിൽ ഉണ്ടാവില്ല. ഓക്കെ, സ്റ്റാറ്റസ് ബാറിൽ ഉണ്ടാവില്ല. നമുക്ക് എന്താണ് സ്റ്റാറ്റസ് ബാർ നോക്കാം അല്ലെ? ഇവിടെ അടിയിലുള്ളൊരു ഏരിയ ഉണ്ടോ ഇൻ ദിസ് സെക്ഷൻ? ദിസ് സ്റ്റാറ്റസ് ബാർ. അപ്പൊ ഈ സ്റ്റാറ്റസ് ബാറുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് എന്തോ ഇതിന്റെ കൺവേർട്ട് ചെയ്ത സമയത്ത് എന്റെ ക്വാളിറ്റിയിൽ കുറച്ച് പ്രശ്നം പറ്റിപ്പോയി. അതാണ് അല്ലെ, കുറച്ചൊരു സ്ലൈഡ് മൊത്തത്തിൽ ചെറുതായി പോയല്ലോ. ഓക്കെ, എനിവേ, അപ്പൊ ഇതാണ് ഇവിടെയുള്ള സ്നാപ്പ്, ഗ്രിഡ്, പോളാർ, സ്നാപ്പ്, 3D സ്നാപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്, ഈ പറഞ്ഞ സ്റ്റാറ്റസ് ബാറിൽ വരിക. നെക്സ്റ്റ്, coordinate for the current position of a crosshair is cursor is zening. Menu bar, standard toolbar, property toolbar, status bar. Coordinates for the current position. Coordinate for the current position. എവിടെയായിരിക്കും ഉണ്ടാവുക? കോർഡിനേറ്റ് ഫോർ ദ കറണ്ട് സ്റ്റാറ്റസ് ബാറിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. സ്റ്റാറ്റസ് ബാറിൽ തന്നെയാണ് കറണ്ട് പൊസിഷൻ ഉണ്ടാവുക. ഓക്കെ, ഇവിടെയാണ് സ്റ്റാറ്റസ് ബാർ. This is menu bar. This is property toolbar. Property toolbar, standard toolbar, draw toolbar, UCS icon ഇവിടെയാണ് ഉണ്ടാവുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ ഒന്ന് ഓർത്തിരിക്കുക. Unix commands of AutoCAD is not used to set. Unit command യൂസ് ചെയ്യാത്തത് ഈ പറയുന്നതിൽ എന്ത് സെറ്റ് ചെയ്യുമ്പോഴാണ്. Units for linear measurement, units for angular measurement, limits of drawing, direction in which angle is to be measured. Okay, limit of drawing സെറ്റ് ചെയ്യാൻ നമുക്ക് എന്തിനാ ആവശ്യമില്ല? യൂണിറ്റ് കമാൻഡിന്റെ ആവശ്യം വരുന്നില്ല അല്ലെ? Polar coordinate are used mostly for drawing circles, vertical lines, arc, angle lines. Polar coordinate are used mostly for drawing circles, vertical lines, arc, angle lines. Polar coordinate എന്തിനാണ്? ആംഗിൾ ലൈൻസ് വരയ്ക്കാൻ, ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പോളാർ കോർഡിനേറ്റ് യൂസ് ചെയ്യുന്നത്. What type of device is a computer keyboard? നമ്മൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേ ബി എ ചാൻസ്, പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂർ സെക്ഷൻ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തു. മെമ്മറി, ഇൻപുട്ട്, സ്റ്റോറേജ്, ഔട്ട്പുട്ട്. ഏതാണ്? കീബോർഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ആണ്. An oil floor should be cleaned by. An oil floor should be cleaned by putting sawdust, cotton waste, putting water, spraying carbon dioxide and sand. An oily floor should be cleaned by. ഏതാണ്? പുട്ടിംഗ് sawdust എന്നുള്ളതായിരിക്കും കൃത്യമായ ആൻസർ. Water is used to extinguish. Water. Class A fire, Class C fire, Class B fire, all of this. Water is used to extinguish. നമ്മളൊരു എന്തെങ്കിലും സംഭവത്തിന് തീ കെടുത്താൻ വേണ്ടി വാട്ടർ യൂസ് ചെയ്യണമെങ്കിൽ അത് ഏത് ടൈപ്പ് ഫയർ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്തായാലും ക്ലാസ് എ ഫയർ ആണ്. കുറെ പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ക്ലാസ് എ ഫയർ എന്നാണ് അല്ലെ? അപ്പൊ ഇതിനെ നമുക്ക് 4 തരംതിരിക്കാം. ഈ ക്ലാസ് എ ഫയറിലാണ് ക്ലോത്ത്, വുഡ്, റബ്ബർ, പേപ്പർ, പ്ലാസ്റ്റിക്, അത് നമുക്ക് നേരിട്ട് പരിചയമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്ത് വെച്ചാൽ എടുത്തുക വെള്ളം ഒഴിച്ചല്ലേ എടുത്താറ്.
അല്ലെ? ക്ലോത്ത്, വുഡ് അതങ്ങനെ സാധനം കത്തിക്കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ഫയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് വരാൻ നോക്കുമോ? നമ്മൾ വെള്ളം ഒഴിച്ച് അതിനൊക്കെ എടുത്തോളൂ. അതാണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ബി, സി ഒക്കെയാണ് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ കൺട്രോൾ നിൽക്കാത്ത കുറച്ച് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഗ്യാസിൽ ഗ്രീസ്, ഓയില് അങ്ങനെയുള്ള സാധനം കത്തുക, ഇലക്ട്രിക്കൽ ഫയറുകൾ ഉണ്ടാവുക, കമ്പസ്റ്റബിൾ മെറ്റൽസ് ഫയർ ആവുക, കിച്ചൺ ഫയർസ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പല പല ഗ്രേഡിൽ അറിയപ്പെടുന്നത്. അപ്പൊ അതിനെ നമുക്ക് പല കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു ബേസിക്സ് വരുന്നതാണ്. അപ്പം ഈ പറയുന്ന KW എക്സാമിന് എത്രത്തോളം സാധ്യതയുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഈ മെക്കാനിക്കൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇത് ഇടയ്ക്ക് എന്താണ് കണ്ടുവരാറുണ്ട്, സേഫ്റ്റി ആസ്പെക്ട്സ് ആയ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കൊക്കെ കയറി വരാറുണ്ട്. ഓക്കെ, development of sphere is done by triangulation method, zone method, parallel line or radial line method, all of these methods. Development of sphere okay, ഏത് മെത്തേഡ് നമ്മൾ പഠിച്ച? സോൺ അല്ലെ, സോൺ ബാർ ഗോർ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്ത് മെത്തേഡാന്ന് പറഞ്ഞാൽ അപ്രോക്സിമേഷൻ ആണ് അല്ലെ, അപ്രോക്സിമേഷൻ. ഓക്കെ, അപ്രോക്സിമേഷൻ മെത്തേഡ് ആണ്. ചില സമയത്തൊക്കെ ഡെവലപ്മെന്റ് ഓഫ് സീരീസ് ഡൺ ബൈ അപ്രോക്സിമേഷൻ മെത്തേഡ് തന്നെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ സോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവില്ല. ഓക്കെ, ആർ യു ഫോളോയിങ്? ക്ലിയർ അല്ലേ? മടുത്തോ? കുറെ ക്വസ്റ്റ്യൻ ആയില്ലേ? മടുത്തില്ലെങ്കിൽ 10 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്തു പോവാം. Okay. Which is the most common application? Development and intersections. Sheet metal construction, piping, architecture, mechanical engineering. ഷീറ്റ് മെറ്റൽ കൺസ്ട്രക്ഷൻ ആണ് അല്ലെ, ഷീറ്റ് മെറ്റൽ കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു മെക്കാനിക്കലി കഴിഞ്ഞ ആൾക്കാർക്ക് അറിയാം. നമ്മൾ ഷീറ്റ് മെറ്റൽ എന്ന് പറയുന്ന സാധനം പഠിക്കുമ്പോൾ, യൂണിവേഴ്സിറ്റി ഷീറ്റ് മെറ്റലൊക്കെ പഠിക്കുമ്പോൾ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഏരിയ ഒരുപാട് പഠിക്കാനാണ്. പല റേഡിയൽ ലൈൻ മെത്തേഡ്, അങ്ങനെ പാരലൽ മെത്തേഡ് ഒക്കെ ഓരോന്നോരോന്ന് നമ്മൾ എടുത്തെടുത്ത് പഠിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് തന്നെ അറിയാം ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എവിടെയാണ്? ഷീറ്റ് മെറ്റൽ ആപ്ലിക്കേഷൻ ആണ്. അവിടെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പല സാധനങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നത്. അത്രേ ഉള്ളൂ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പിച്ച് ഓഫ് എ കോഴ്സ് ഹാക്സോ ബ്ലേഡ്? കോഴ്സ് ഹാക്സോ ബ്ലേഡ് 0.8 mm, 1.6 mm, 1.4 mm, 1.8 mm. ഒരു സിമ്പിൾ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. 1.8 mm ആണ് എന്ന് പറയുന്നത് കോഴ്സ് ഹാക്സോ എന്ന് പറയുന്നത്. കോഴ്സ് ഹാക്സോ. ഫൈൻ അപ്പ് ഇതിൽ ഏതായിരിക്കും? ഫ്രം ദിസ് ഓപ്ഷൻ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതിൽ ഫൈൻ ഏതായിരിക്കും? ഫൈൻ ഹാക്സോ. എന്താ മീൻ ചെയ്യുന്നത്? ഒരു ഹാക്സോന്റെ ബ്ലേഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഗ്യാപ്പ്, ഇത് ഏറ്റവും അടുത്ത് വന്നാൽ ഇത് ഫൈൻ ആയി, ഇത് തമ്മിൽ ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് കോഴ്സ് ആയി. ഓക്കെ, അപ്പൊ ഇതിൽ ഫൈൻ ഏതായിരിക്കും? 0.8 mm ആയിരിക്കും. അപ്പൊ ഇതിലൊരു മീഡിയം ഉണ്ട്. ഇതിൽ ഈ പറയുന്ന ഒരു ഓപ്ഷനിൽ ഒരു മീഡിയം കിടക്കുന്നുണ്ട്. ആ മീഡിയം ഏതായിരിക്കും? അപ്പൊ 1.4 mm അല്ലെ? ഓക്കെ, ആൻസർ ചെയ്യാവുന്നല്ലേ ഉള്ളൂ, ബുദ്ധിമുട്ടില്ലല്ലോ. ഈവൻ ദോ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക, ചിലപ്പോൾ എനിക്ക് വേണം കുറച്ച് ഇല്ല 1.4 ആണ്. ഓക്കെ, ഇപ്പൊ കോഴ്സ് 1.8 mm, 1.4 mm മീഡിയം, 0.8 mm ഫൈൻ. ഓക്കെ, then what is the advancement of the extension rod of depth micrometer for one full turn of thimble? 1 mm, 0.75 mm, 0.5 mm, 0.25 mm. ഓക്കെ, ഈ മൈക്രോമീറ്റർ പഠിക്കുന്ന സമയത്ത് മൈക്രോമീറ്ററില് പിച്ചും ലീഡും എന്താണ്? ഈക്വൽ ആണ്. പിച്ച് ഈസ് ഈക്വൽ ടു ലീഡ്. ഇറ്റ് മീൻസ് എന്താണ്? സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആണ്. സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ്. ഓക്കെ, പിച്ച് ഈസ് ഈക്വൽ ടു ലീഡ് ഈസ് എ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ്. അതുകൊണ്ട് ഇത് 0.5 mm ആണ്. അപ്പൊ ലീഡ് ചോദിച്ചാലും പിച്ച് ചോദിച്ചാലും എന്തെങ്കിലും എഴുതിക്കോളാം, 0.5 mm തന്നെ വരും. കാരണം ഇവിടെ വൺ ഫുൾ ടേണിലാണ് എത്രത്തോളം മൂവ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? ലീഡാണ് ചോദിച്ചിരിക്കുന്നത്. ലീഡ് ഈസ് ഈക്വൽ ടു പിച്ച് തന്നെ ആയതുകൊണ്ട് അവിടെ 0.5 mm തന്നെയാണ് ആൻസർ വരിക. കാരണം ഇത് രണ്ടും ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന് കാണാറുണ്ട്. ആക്യുറസി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കുക. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതായിരുന്നു? വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? നെറ്റ് ആൻഡ് ബോൾട്ട്.
What is the number of divisions graduated on a thimble of an outside micrometer? 25, 50, 75, 100. What is the number of divisions graduated on a thimble of an outside micrometer? അപ്പോൾ നമ്മൾ ഈ മൈക്രോമീറ്റർ ഒക്കെ പഠിക്കുമ്പോൾ ഇതിൽ എത്ര ഡിവിഷൻസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 50 ഡിവിഷൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, സിമ്പിൾ. ഓക്കെ ആണല്ലോ. Which instrument is used to check the diameter of a deep hole accurately? 3-point internal micrometer, inside micrometer, outside caliper, vernier caliper. Which instrument is used to check the diameter of a deep hole accurately? Deep hole accurately. Of course, simple question. 3-point internal micrometer ആയിരിക്കും ആൻസർ. കാരണം മെഷറിംഗ് ഡിവൈസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ വന്നിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. What dimension is essential for a component generally shown with the limits? Location dimension, auxiliary dimension, functional dimension, non-functional dimension. നിങ്ങൾക്ക് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ എന്താണ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അപ്പൊ അതൊക്കെ എവിടേക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമ്മൾ നോർമലി ഒരു ഒബ്ജക്റ്റ് പറയുന്നതിന് പകരം ഇവിടെ ലിമിറ്റ് കാര്യങ്ങൾ, ടോളറൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും? ഇറ്റ്സ് ഫംഗ്ഷണൽ അല്ലെ? അതൊരു ഫംഗ്ഷൻ ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റിന്റെ ഡയമെൻഷനാണ് നമ്മൾ ആ രീതിയിൽ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, am I right? അല്ലെ? അതിനല്ലേ നമ്മൾ കൂടുതൽ ഫംഗ്ഷൻ ഈ ലിമിറ്റ്സിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എന്തിനായിരിക്കും? ഒരു ഫംഗ്ഷണൽ ഡയമെൻഷൻ കൊടുക്കാൻ നേരത്തെ ആയിരിക്കും. എങ്കിൽ മാത്രമാണ് അതിന്റെ ഫിക്സിൽ നമ്മൾ വളരെ കോൺസെൻട്രേറ്റഡ് ആവേണ്ടത്. ഇപ്പൊ വണ്ടിയിൽ ഫിക്സ് ചെയ്യുന്ന ഒരു സംഭവമാണ്, വണ്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ സപ്പോസ് ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ആണെന്ന് വിചാരിക്കാം. അവിടെ നമ്മൾ ഫിക്സ് കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻ കൂടെ ഇവിടെ പറയാം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അറിയപ്പെടുന്ന പേരെന്തായിരുന്നു? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അറിയപ്പെടുന്ന പേര് എന്തായിരുന്നു? ടോളറൻസ് ആണ്. 20 പ്ലസ് ഓർ മൈനസ് 0.02 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടോളറൻസ് എത്രയായിരിക്കും? 20 പ്ലസ് ഓർ മൈനസ് 0.02 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടോളറൻസ് എത്രയായിരിക്കും? 0.04. ഓക്കെ, കാരണം കൂടുതലും ഇവിടെ നിന്നൊരു KWAയിലേക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഈ പറയുന്ന ടോളറൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും കേട്ടോ. അത് നന്നായി നോക്കാം. അതിന്റെ ഫിറ്റ്സ്, എത്ര ടൈപ്പ് ഓഫ് ഫിറ്റ് ഉണ്ട്, എത്ര ടൈപ്പ് ഓഫ് ടോളറൻസ്, എത്ര ടൈപ്പ് ഓഫ് ഫിറ്റ് ഉണ്ട്, എത്ര ടൈപ്സ് ഓഫ് ഫിറ്റ് ഉണ്ട്, എത്ര ടൈപ്സ് ഓഫ് ഫിറ്റ് ഉണ്ട്? ടൈപ്സ് ഓഫ് ഫിറ്റ് 3 ഓക്കെ, സോറി 3 ടൈപ്പ് ഫിറ്റ് ആണ്. എത്ര ഫണ്ടമെന്റൽ ഡീവിയേഷൻസ്, ഒരു ഫിറ്റിൽ എത്ര ഫണ്ടമെന്റൽ ഡീവിയേഷൻസ്? 25. ടോളറൻസ് ഗ്രേഡുകൾ എത്ര ഉണ്ട്? ടോളറൻസ് ഗ്രേഡുകൾ 18. ഓക്കെ, അപ്പൊ ഇത് ഫണ്ടമെന്റൽ ഡീവിയേഷൻസ് ആണ്, ഇത് ടോളറൻസ് ഗ്രേഡുകളാണ്. ഇത് നേരെ തിരിഞ്ഞ് ബ്രിട്ടീഷ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഇത് നേരെ തിരിഞ്ഞ് നമ്മൾ ബ്രിട്ടീഷ് സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. 21 ഫിറ്റ്സും അല്ലെങ്കിൽ 21 ഫണ്ടമെന്റൽ ഡീവിയേഷൻസും 18 എന്നുള്ളത് 16 ഗ്രേഡ്സ് ഓഫ് ടോളറൻസ് ആയിരിക്കും ഉണ്ടാകും. ഓക്കെ, അതിന്റെ ഓർഡറും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, when a pyramid or cone is cut by a plane parallel to its base, thus removing the top portion, the remaining portion is called cylinder, frustum, prism, polyhedron. ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രസ്ട്രം കോൺ അല്ലെ? ഫ്രസ്ട്രം കോൺ നമ്മൾ ഈ പറയുന്ന BIS പ്രകാരം ഫസ്റ്റ് ആംഗിൾ പൊസിഷനും തേർഡ് ആംഗിൾ പൊസിഷനും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ സിമ്പിൾ ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ഫ്രസ്ട്രം കോൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, the straight line drawn from the apex of a cone to the circumference of a base circle are all equal length and are called edges, connecting lines, projectors, generators. Simple question. ഏതാണ് ജനറേറ്റേഴ്സ്? ആരും തന്നെ തെറ്റിക്കാത്ത ഒരു ചോദ്യമായിട്ട് മാറിയത്. Okay, generators will be the right answer. Next, a solid is said to be a right solid if its axis is. A solid is said to be a right solid if its axis is perpendicular to its base, parallel to its base, inclined to its base, all of this. ഏതാണ്? ഓപ്ഷൻ എ, perpendicular to its base ആയിരിക്കും ആൻസർ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. കാരണം കൂടുതലും ഈ പെർപെൻഡിക്കുലർ ആണോ പാരലൽ ആണോ എന്ന രീതിയിലായിരിക്കും നമ്മൾ ഇതിന്റെ പ്ലാൻ എലിവേഷനും മൈൻഡ് ചെയ്യേണ്ടി വരിക. A key made of cylindrical disc having
A key made of cylindrical disc having segmental cross section is known as Woodruff key. Woodruff key എവിടെയാ നമ്മൾ യൂസ് ചെയ്യാം? Woodruff key എവിടെയായിരിക്കും യൂസ് ചെയ്യാം? Woodruff key എവിടെയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? Anybody? Woodruff key എവിടെയായിരിക്കും? ഒരു ഓട്ടോമൊബൈൽ. എന്നാൽ ഏത് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ആയിരിക്കും? ഇൻക്ലൈൻഡ് ഷാഫ്റ്റ്. ഓക്കെ, വേണേ കുറച്ചും കൂടെ നമുക്ക് പറയുമ്പോൾ ഒരു സുഖം കിട്ടണം. ഇൻക്ലൈൻഡ് ഷാഫ്റ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഈ പറയുന്ന വുഡ്റഫ് കീ ആയിരിക്കും. ഓക്കെ, കൂടുതലും ഈ പറയുന്ന ഇങ്ങനെ ഒരു ഷാഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഷാഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്താണ്? വുഡ്റഫ് കീ ആണ്. കാരണം അതിന് ആ ഒരു ആംഗുലാരിറ്റി നമുക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുകയായിരിക്കും. നെക്സ്റ്റ്, എ ക്വാർട്ടർ ജോയിൻ വിത്ത് ജിബ് ഈസ് യൂസ്ഡ് ടു ജോയിൻ ടു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ പഴയ മെഷീൻ ഡ്രോയിങ് വരച്ച ഓർമ്മയെ വേണമെന്ന് എഴുതാൻ. എ ക്വാർട്ടർ ജോയിൻ വിത്ത് ജിബ്. ക്വാർട്ടർ ജോയിന്റ് വിത്ത് ജിബ്. ഓക്കെ ആനന്ദ്, വെരി ഗുഡ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് യൂസ്ഡ് ഇൻ, നമ്മൾ നോർമലി ജിബ് ഹെഡ് യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? സ്ക്വയർ റോഡ്സിൽ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്താ ജിബ് ഹെഡ്. സി, ഇതാണ് ജിബ് ഹെഡ് കീ എന്ന് പറയുന്നത്. കൂടുതൽ നമ്മൾ ഒരു സ്ക്വയർ ഷാഫ്റ്റിലാണ് അല്ലെങ്കിൽ സ്ക്വയർ റോഡിലാണ് നമ്മൾ നോർമലി എന്ത് ചെയ്യാം? ജിബ് ഹെഡ് കീ കൊടുക്കുക. പിന്നെ നമുക്ക് അറിയേണ്ടത് ഈ ജിബിന്റെ ക്വാർട്ടറും ഉണ്ട്, ജിബും ഉണ്ട്. ഓക്കെ, ഈ ക്വാർട്ടറിന്റെയും ജിബിന്റെയും തിക്നെസ് എന്തായിരിക്കും? തിക്നെസ് ഏതിനായിരിക്കും കൂടുതൽ ഉണ്ടാവുക? ക്വാർട്ടർ ജിബും കൺസ് ഏതിനായിരിക്കും തിക്നെസ് കൂടുതൽ ഉണ്ടാവുക? ഓക്കെ, ഞാൻ ചോദിച്ചില്ലായിരുന്നു, ഈ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? ആനയാണോ മറ്റേ തിമിംഗലാണോ വലുത്, അല്ല ആനയാണോ ജിറാഫാണോ വലുതെന്ന് ചോദിച്ചാൽ നമുക്ക് ആന അല്ലെങ്കിൽ ജിറാഫ് എന്നൊരു ഓപ്ഷൻ വരും. ചോദിച്ചില്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ല. ക്വാർട്ടറും ജിബും എന്ത് തന്നെയാണ്? സെയിം തിക്നെസ് ആയിരിക്കും വരിക. ഓക്കെ, സെയിം തിക്നെസ് ആണ് കേട്ടോ, സെയിം തിക്നെസ്. ഓക്കെ, നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത കാര്യമായിരിക്കും. നമ്മളൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചാൽ നമ്മൾ മനുഷ്യന്മാരല്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ കൺഫ്യൂസ് ആയിക്കൊണ്ട്. In a jib and quarter joint, the thickness of jib is more than the thickness of quarter, less than the thickness of quarter, equal to the thickness of quarter, none of this. Equal to the thickness of the quarter will be the right answer. Orthographic projection is also known as single point, single view projection, two view projection, multi view projection, all of these. Orthographic projection is also known as. എത്ര കിട്ടും? 2 വ്യൂ കിട്ടുള്ളൂ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ 2 വ്യൂ കിട്ടുള്ളൂ. 3 വ്യൂ കിട്ടൂലേ അല്ലെ? ഇവിടെ എന്താണ്? മൾട്ടി വ്യൂ പ്രൊജക്ഷൻ ആയിരിക്കും ഇവിടെ നമുക്ക് ഏറ്റവും ഓപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, which of the following line is it following type is thick and black? Thick and black. Thick lines visible ആണോ? സെൻട്രൽ ലൈൻസ് ആണോ? കൺസ്ട്രക്ഷൻ ലൈൻസ് ആണോ? എല്ലാം ആണോ? ഓക്കെ, കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കുന്ന ഏത് ഗ്രേഡ് പെൻസിൽ ഉണ്ടായിരുന്നു? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കുന്ന ഏത് ഗ്രേഡ് പെൻസിൽ ഉണ്ടായിരുന്നു? 2H പെൻസിൽ കൊണ്ടാണ്, ഓർത്തിരിക്കുക. മീഡിയം സോഫ്റ്റ് എന്ന് അറിയപ്പെടുന്ന ഏത് ഗ്രേഡാണ്? മീഡിയം സോഫ്റ്റ് എന്ന് അറിയപ്പെടുന്ന ഏത് ഗ്രേഡാണ്? മീഡിയം സോഫ്റ്റ്, HB. മീഡിയം ഹാർഡോ? മീഡിയം ഹാർഡോ? ഇറ്റ്സ് H. ഓക്കെ, എത്ര ഗ്രേഡ്സ് ഉണ്ട്? ഹൗ മെനി ഗ്രേഡ്സ്? 18 ഗ്രേഡ് ഉണ്ട്. ഓക്കെ, which of the following compass is used to draw very large circles? Very large circles. Bow, beam, drop, large. Very large. Very small ആണെങ്കിൽ എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്യുന്നു അല്ലെ? വെരി സ്മോൾ ആണെങ്കിൽ ഏതാ വരിക? വെരി സ്മോൾ ആണെങ്കിൽ ബൗ കോമ്പസ്. ബൗ കോമ്പസ് എത്ര mm വരെ പറ്റുക? ബൗ കോമ്പസ് എത്ര mm വരെയുള്ള? 25 or 30. ഓക്കെ, ബോത്ത് ആർ റൈറ്റ്. രണ്ടും മിസ്റ്റേക്ക് ഇല്ല. 25ഉം 30ഉം എന്തായിട്ട് വന്നിട്ടുണ്ട്? കീ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പം 25 or 30 തന്നെ വെക്കാം. രണ്ടും കൂടെ വരില്ല എന്ന് പ്രതീക്ഷിക്കാം. രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ 25 ആൻസർ ചെയ്തു. ഓക്കെ, രണ്ടും കീ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ബീം ആണ് ചോദിച്ചിരിക്കുന്നത്. ബീം ടൈപ്പ് കോമ്പസ് അറിയപ്പെടുന്ന വേറൊരു പേരുണ്ട്. എനിബഡി? ബീം.
beam commerce. Trammel. Okay. Trammel and I okay, very good. The next question. This type of projection is when projectors are parallel to each other but are at an angle other than 90 degrees in the plane of projection. Oblique ano, perpendicular projection ano, angular projection ano, or offset projection ano. Okay, of course, it's oblique projection ano. Oblique projection further classified into two types. One is cabinet and other is cavalier. Okay, the leather cabinet projection ratio and cabinet projection ratio and 1:2. This is 1:1. Okay. The full form of RF is reducing fraction, representative fraction, reducing factor, representative factor. Okay. Use representative fraction will be the right answer. Next, isometric projections cannot be drawn by box method, coordinate method, offset method, zone method. Isometric projection cannot be drawn by. Isometric projection cannot be drawn by. Zone method which is zone method development of sphere. Sphere development use which acts as a foundation and provides rigid support for planing machine table. Saddle housing bed iron ray. Saddle housing bed iron ray. Bed okay. Either material manufactured of course, cast iron. Okay. 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 Questions 50 plus 51 ചോദ്യം. അത്യാവശ്യം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റും, അത് കുഴപ്പമില്ല. മീൻസ് നമ്മൾ എന്താ പറയാ, ലാസ്റ്റ് മന്ത് എന്ന് പറയുന്ന ഒരു ഇംപ്രൂവ്മെന്റ് സ്റ്റേജ് ആണ്. ഈ സമയത്ത് തെറ്റിച്ചില്ലെങ്കിൽ അപ്പൊ തെറ്റിക്കാനല്ലേ. ബട്ട് ഇപ്പൊ നമ്മൾ മാക്സിമം പുതിയ ക്വസ്റ്റ്യൻസ് കണ്ട് ഫെമിലിയർ ആയി, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പുതിയതായിട്ട് വന്നാൽ നമ്മൾക്ക് എന്ത് ചെയ്യരുത്, ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്യാവശ്യം എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒരു 46+ ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് അറിയുന്നത്. 46+ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? 46-ന് ഒരു 5 ക്വസ്റ്റ്യൻ നമ്മളൊരു കണ്ടീഷൻ വെച്ചാലും ബാക്കി ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ചിലതിൽ ഒരു രീതിയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവുന്നല്ലോ. വേറെ ബുദ്ധിമുട്ടൊന്നും വന്നില്ലല്ലോ. ഓക്കെ, ഗുഡ്. ഓക്കെ, ഹരി, അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ലാപ്ടോപ്പിൽ സൂം കിട്ടിയില്ല. പാസ്വേഡ് ചോദിച്ചു, ബട്ട് മൊബൈൽ ലോഗിൻ ചെയ്യാൻ പറ്റി. പ്ലീസ് മേക്ക് ഇറ്റ് അവൈലബിൾ ഫോർ ലാപ്ടോപ്പ് വേർഷൻ. അങ്ങനെ ലാപ്ടോപ്പ് വേർഷൻ രണ്ടിലും അവൈലബിൾ ആവേണ്ടതാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ നോക്കാം കേട്ടോ. കാരണം വേറെ ആരെങ്കിലും ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ലാപ്പിൽ കുറെ പേര് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എന്താ പ്രശ്നം എനിക്ക് അറിയില്ല കേട്ടോ. മേ ബി എന്തെങ്കിലും ടെക്നിക്കൽ എറർ വന്നതായിരിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെക്ഷൻ അത്യാവശ്യം യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിൽ ലൈക്ക് മാക്സിമം എന്താ പറയാ, വേറെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി കുറച്ചും കൂടെ എന്താ പറയാ, പവർ ട്രാൻസ്മിഷൻ അങ്ങനത്തെ ഏരിയ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാവുക കേട്ടോ. പവർ ട്രാൻസ്മിഷൻ, ലെയ്ത്ത്, അങ്ങനത്തെ ഒരു ഏരിയ. ഓക്കെ, അപ്ലോഡ് ചെയ്യാലോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ക്ലാസ് ട്യൂസ്ഡേ തന്നെ വെക്കാം, അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു ദിവസം പറ്റിയാൽ വെക്കാം.
ഞാനും കുറച്ച് PDF അപ്ലോഡ് ചെയ്യാം. ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് പോയത്, കാരണം 50 ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് സ്ട്രെയിൻ എടുത്തെങ്കിൽ നമ്മൾ നന്നായി മടുപ്പ് വരും. ഈ മെഷറിംഗ് ടൂൾസ് റിക്വയർഡ് ഫോർ KW എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചാൽ എന്താ പറയാ, കഴിഞ്ഞ സിലബസിൽ ഇല്ല, ബട്ട് ഇത്തവണ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ ഷോക്കേസ് ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. എന്താ പറയാ, ഇപ്പൊ ഈ പറഞ്ഞില്ലേ ബിൽഡിംഗ് മെറ്റീരിയൽസ് കഴിഞ്ഞ സിലബസിലുണ്ടോ, തിയോളേറ്റ് കഴിഞ്ഞ സിലബസിലുണ്ടോ? ഇല്ല. ബട്ട് എല്ലാവരും അതൊക്കെ പഠിക്കുന്നില്ലേ? എന്തുകൊണ്ടാന്ന് വെച്ചാൽ മൊത്തത്തിലൊരു അൺസർട്ടനിറ്റി നമ്മുടെ മുമ്പിലുണ്ട്, എന്ത് വരും എങ്ങനെ വരും എന്നുള്ളത്. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ഒരു പരിധി വരെ കറക്റ്റ് അല്ല. കൃത്യമായിട്ട് സിലബസ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി പഠിച്ചു പോകായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ മാസത്തെ ഒറ്റ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടില്ല അല്ലെ, അതും കമ്പൈൻഡ് എക്സാം. അപ്പം അതിന്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആഡ് ചെയ്താണ്. നമുക്ക് നോക്കാം, മാക്സിമം ശ്രമിക്കാം. ഓക്കെ, ഇങ്ങനെ ഞാൻ അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തതാണ്. ഇനി അഥവാ ബേസിക്സ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത്. അത് ഹരി പറഞ്ഞ കറക്റ്റാ. സിലബസ് പബ്ലിഷ് ചെയ്യാത്ത ഔട്ടോ സിലബസിനെ വെച്ച് പേടിക്കണ്ട അല്ലെ. ഓക്കെ, എനിവേ നമുക്ക് എന്താ എല്ലാം വൈൻഡപ്പ് ചെയ്താലോ? എൻ സ്റ്റോപ്പ്. ഓക്കെ, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായി പഠിക്കാം. എല്ലാവരും ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ ജോലിക്ക് കയറാവുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.